ലെബനനിൽ ഇന്നലെ നടന്നത് ആസൂത്രിത ആക്രമണമാണ് എന്ന് വ്യക്തമാവുകയാണ്. ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഇന്ന് പ്രവർത്തകരുടെ വാക്കി ടോക്കികൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. സൗമ്യ ആർ കൃഷ്ണ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൗമ്യ, പേജർ സ്ഫോടനത്തിന്റെ ആ ഒരു അപ്രതീക്ഷിത ആഘാതം, അതിൽ നിന്നും ഇതുവരെ മുക്തി നേടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുമ്പോൾ വീണ്ടും വാക്കി ടോക്കികൾ ഒരേ സമയം അതേ രീതിയിൽ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നു. എന്താണ് സംഭവം? ആസൂത്രിതമെന്ന് തെളിയുകയാണ്. എങ്ങനെയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ പോകുന്നു? പൂജ, ഇന്നലത്തെ പൊട്ടിത്തെറിയുടെ ആഘാതം പൂജ പറഞ്ഞതുപോലെ തന്നെ മാറിയിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ചർച്ച ചെയ്യുകയാണ്. പലയിടങ്ങളിലായി ഇന്നലെ പേജർ പൊട്ടിത്തെറിയിൽ 2000-ലധികം പേർക്ക് 2800-ലധികം പേർക്ക് പരിക്കേൽക്കുകയും പല സ്ഥലങ്ങളിലും ഏകദേശം ഇപ്പോൾ മരണസംഖ്യ 12 വരെ എത്തിയിരിക്കുകയാണ്. ഈ മരിച്ചവരുടെയൊക്കെ സംസ്കാരം നടക്കുന്ന ഇടങ്ങളിലാണ് ഈ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ തരത്തിൽ ഒരു ആസൂത്രിതമായ നീക്കം തന്നെയാണ് നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മൊസാദിനെ, ഈ ഒളിപ്പോരുകൾക്കെല്ലാം കുപ്രസിദ്ധമായ മൊസാദിനെ കൂടുതൽ സംശയത്തിന്റെ നിഴലിലാക്കുന്ന, അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള അത്തരം ശക്തമായ ആരോപണങ്ങൾ മുന്നോട്ട് വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പ്രത്യാക്രമണങ്ങൾ ഇത്തരത്തിൽ നീളരുത് എന്ന് UN ജനറൽ സെക്രട്ടറി ജനറൽ വരെ ഇടപെടുകയും ആ തരത്തിൽ ഇത് കൈവിട്ടു പോകുന്ന ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നതിനിടയിലാണ് അടുത്ത ഒരു സംഭവം, ഈ വോക്കി ടോക്കികളുടെ പൊട്ടിത്തെറി വരുന്നത്. ഇതിൽ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നോ എവിടെയെല്ലാമാണോ ഇത് നടന്നത് എന്നോ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സംഭവങ്ങൾ ഈ വടക്കൻ ഇസ്രായേൽ ഭാഗത്തേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടക്കാനും കഴിഞ്ഞ ദിവസം ഇറാൻ അംബാസിഡർക്കടക്കം പരിക്കേറ്റ വിവരം പുറത്തു വന്നതാണ്. ആ തരത്തിൽ ഇറാൻ കൂടി ഉൾപ്പെടുന്നതോടുകൂടി ഇത് കൂടുതൽ രൂക്ഷമാകാനും പ്രത്യാക്രമണങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകാനുമുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് UN അടക്കം ഇതിൽ ഇടപെടുന്ന കാഴ്ചയാണ് പൂജ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്നത്. ശരി, കഴിഞ്ഞ ദിവസമാണ് ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ചത്. അതിന് പിന്നാലെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഇന്നിപ്പോൾ പ്രവർത്തകരുടെ വാക്കി ടോക്കികൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വാർത്ത വരികയാണ്. സൗമ്യയാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.